നമസ്കാരം, ഞാൻ കരിങ്കളി വാസ കരിങ്കിട്ടിയാനാണ്. ഞാനിപ്പോൾ ഒരു മരുന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ ചൊടിച്ചിൽ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ വരുന്ന കല്ലുവാഴയുടെ വെള്ളം. ഇത് നല്ലൊരു അത്ഭുത മരുന്നാണിത്. ഈ മൂത്രത്തിൽ കല്ല്, മൂത്രം ചൊടിച്ചിൽ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം നമുക്ക് ഇതിൻ്റെ വെള്ളം നമ്മൾ ഇങ്ങനെ കണ്ടിക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ? വെള്ളം ഇങ്ങനെ കണ്ടിച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളം വരും. കല്ലുവാഴയുടെ ഇതിൻ്റെ ഇത് ഈ അറകളിലെല്ലാം വെള്ളം ഉണ്ടാവും. ഇങ്ങനെ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം നമുക്ക് കുടിച്ചാൽ മതി. ഇതിപ്പം കുറച്ച് മണ്ണും ചെളിയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ, ഇല്ലെങ്കിൽ അത് നല്ല വെള്ളമാണ്. ഇങ്ങനെ ഈ വരുന്ന വെള്ളം ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടോ വെള്ളം വരുന്നത്. ഈ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഈറ്റയുടെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജാം ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിൽ നിന്നിപ്പം വെള്ളം വരും. ഇതിനകത്ത് വെള്ളം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറവാണ് വെള്ളം, ഇത് കുറച്ച് വെട്ടിപ്പഴത്തിനെ പോയത്. ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ വരുന്ന വെള്ളം നന്നായിട്ട് എടുത്ത് അരിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ, ഒരു 2 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ ചുടിച്ചിൽ, മൂത്രാശയ സംബന്ധമായ എല്ലാ ഉറപ്പാണ്. 100% ആർക്ക് വേണം കഴിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഴിച്ചാൽ മൂത്രത്തിൽ കല്ല്, മൂത്രാശയ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഒറ്റമൂലിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അരിയുണ്ട്. അരി നമ്മൾ കഴിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അരി കഴിക്കുന്നത് ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം അതെപ്പോൾ വേണമെങ്കിലും ആർക്കും കുടിക്കാം. ഇപ്പൊ നമ്മൾ രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ നമ്മളിത് കുടിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഇത് എല്ലായിടത്തും ഉണ്ടാവും. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. എല്ലാ വാഴകളും ഉണ്ടാവുന്നത് നമ്മൾ വിത്ത് വിരിച്ച് വെച്ചെങ്കിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് അരിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് വലിയ വാഴയായി കുലച്ച് ഇതിൽ നിന്നും അരി വീഴും. ആ അരി എടുത്താണ്, അരിയിൽ നിന്നാണ് വിത്തുണ്ടായി വരുന്നത്. എത്രത്തോളം എഫക്റ്റീവ് സാധനമാണ്. എഫക്റ്റീവ് ആണ്. 100% നമുക്ക് ആ രോഗം മാറി കിട്ടും. ഇതിന്റെ വാഴയ്ക്ക് ഒരുപാട് ഗുണമല്ലേ? വാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പഴത്തിന് അത് പഴത്തിലാണ് ഈ കല്ലുണ്ടാവുന്നത്. ഈ കല്ലുവാഴയുടെ അരി, അത് കല്ലുവാഴ അരി എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ കല്ല് പോലെ ഇരിക്കും അരി. ആ അരിയാണ് നമ്മളെടുത്ത് പാലിൽ കലക്കി കുടിക്കുന്നത്. അതും മൂത്രാശയ സംബന്ധമായ മറ്റുള്ള ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ്. വെള്ളം വന്നോണ്ടിരിക്കുന്നു. വെള്ളം വന്നോണ്ടിരിക്കുന്നു. ഇതിപ്പം ഇതല്ലേ വെള്ളം വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന വെള്ളം നമ്മൾ പിടിക്കുക. പിടിച്ചിട്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട്. അരിച്ച് നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ കുടിക്കുക. മൂത്രാശയ സംബന്ധമായെല്ലാം വെള്ളമല്ലോ. ഇതിപ്പോ ഈ ചെളിയും കൂടെ കൂടിയോണ്ടാണ് ഈ കളർ വരുന്നത്. ഇതിന്റെ ഈ ചെളിയെല്ലാം കൂടെ ഇത് നല്ല വൃത്തിയാക്കി, വാഴ വൃത്തിയാക്കി, ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഈ വെള്ളം നമ്മൾ പിടിക്കാനായിട്ട്. 100% ഉറപ്പ് പറയാൻ പറ്റും. 100% ഉറപ്പ് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു കമ്പേ, ഈറ്റക്കമ്പോ എന്തെങ്കിലും അടഞ്ഞു പോയതുകൊണ്ടാണ് വെള്ളം വരാറുന്നത്. ഇതിന് കമ്പ് ഇങ്ങനെ കുത്തി കഴിയുവാണെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് വെള്ളം വരും. ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഈ വെള്ളം നമ്മൾ എടുത്ത് ഉപയോഗിക്കും. ഇങ്ങനെ നമ്മൾ ജാം ചെയ്ത് കുത്തി വെച്ചാൽ മതി. ഇതിപ്പോ കമ്പിന്റെ അകത്ത്, ഈ പൈപ്പിന്റെ അകത്ത് മൊത്തം മണലും അതെല്ലാം കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇത്ര ഔഷധമാണ്. ഇത്ര ഔഷധമാണ്.